രാജ്യത്ത് 1.5 നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേള നിരവധി ആളുകൾ പ്രശസ്തരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മഹാകുംഭമേളയിൽ. നേരത്തെ നമ്മൾ മൊണാലിസ ബോൺസ്ലെയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായി. ഇപ്പോൾ അതാ പുതിയൊരു ആൾ, ബ്യൂട്ടിഫുൾ ഹർഷ. ആരാണത്? ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ചാരസുന്ദരി. പാകിസ്ഥാൻ ഇങ്ങനെ ഓരോ ചാരത്തിമാരെ കുംഭമേളയിലേക്ക് വിട്ടേക്കാണ്. ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ മഹാ അത്ഭുതമാണ് യിൽ നടക്കുന്ന കുംഭമേള എന്ന് പറയുന്നത്, പ്രയാഗ്രാജിൽ നടക്കുന്നത്. ഒരു ദിവസം 3.5 കോടിയിലധികം ആളുകൾ വന്ന് ചേരുന്ന ഒരു മേള, അല്ലെങ്കിൽ ഒരു ഉത്സവം എന്ന് തന്നെ പറയാം. അതിനപ്പുറം എന്ത് വാക്ക് അതിന് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു മഹാപ്രതിഭാസം, അത്ഭുതം, മാജിക് എന്നൊക്കെ നമുക്ക് പറയാം. യോഗി മാജിക്. അതെ, അല്ല, യോഗി മാജിക് എന്ന് പറയുന്നതിൽ ഒരു എന്താണ് അതിശയോക്തിയൊന്നുമില്ല. ഇല്ല. മാത്രമല്ല 45 കോടിയിലധികം ജനം ഈ മഹാകുംഭമേളയിൽ വന്നു പോകും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അത്ഭുതം. ഈ 45 കോടി ജനങ്ങളെയും കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് അവിടെ വലിയ സംഭവ വികാസങ്ങൾ, അക്രമങ്ങളൊന്നും നടത്താതെ വരുന്ന സന്യാസിമാരെയും പല ആളുകളെയും പല തരത്തിൽ പല സ്വഭാവത്തിലുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സർക്കാർ കാണിക്കുന്ന ഈ ഒരു രീതി, അത് അംഗീകരിച്ചേ മതിയാകും. ഇവിടെ ശബരിമലയിൽ എനിക്ക് തോന്നുന്നു ഇത്തവണ മാത്രമാണ് വിവാദങ്ങളില്ലാത്തത്. അല്ലെങ്കിൽ എല്ലാ ശബരിമലയിലും 1 കോടി ജനങ്ങൾക്കധികം വരുന്ന ശബരിമലയിൽ എന്തൊക്കെ വിവാദങ്ങളാണ്. നേരെ ഫുഡില്ല, വൃത്തിഹീനമായ അന്തരീക്ഷം, പമ്പ തന്നെ മലിനമായി കിടക്കുന്നു, ക്യൂ 12, 13, 14, 15 മണിക്കൂർ നിന്ന ക്യൂവിൽ നിന്ന് വേണം തൊഴാനായി, കുട്ടികൾ പലപ്പോഴും കുഴഞ്ഞു വീഴുന്നു, ക്യൂവിൽ നിന്ന് പലരും മരണപ്പെടുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ 1 കോടിയിലധികം ആളുകൾ വരുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ 3.5 കോടിയിലധികം ആളുകൾ ഒരു ദിവസം വരുന്ന, 45 കോടിയിലധികം ആളുകൾ കുംഭമേള കഴിയുമ്പോൾ വന്നു പോകുന്ന ഒരു മഹാ ഉത്സവത്തിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്താൻ സർക്കാർ കാണിക്കുന്ന ഒരു സംഘടനാ മികവ്, അതിന് ആരൊക്കെ എന്നെയും ഗൗതമിനെയും സംഘി എന്ന് വിളിച്ചാലും അതിനൊരു ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. കാരണം മറ്റ് ജാതിയോ മതമോ മറ്റൊന്നും ഇല്ലാതെയാണ് ആളുകൾ, എത്രയോ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ, എത്രയോ ആളുകളാണ് ആ കുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ പോകുന്നത്, സന്യാസിമാരാകുന്നതും സന്യാസം സ്വീകരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. നമുക്ക് ഇതൊക്കെ കാണും. പക്ഷെ ചില ആളുകൾക്ക് അത് ധന്യ നേരത്തെ ചില പ്രത്യേക പദം ഉപയോഗിച്ചുകൊണ്ട് അത്തരം സ്വഭാവങ്ങളെ വിശേഷിപ്പിക്കാറുണ്ടല്ലോ, അത് ഉണ്ടാവുന്നുണ്ട് യഥാർത്ഥത്തിൽ. അല്ല, ഞാൻ പറയട്ടെ, മക്കയിൽ ആളുകൾ പോകുന്നു, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടുത്തെ എത്ര ഹിന്ദുക്കളാണ് മക്കയിൽ ആളുകൾ പോകുന്നതിന് വിമർശിക്കുന്നത്? എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ സബ്സിഡിയൊക്കെ അതിനുണ്ട് എന്ന് തോന്നുന്നു. ആരാണ് ഇവിടെ വിമർശിക്കുന്നത്? ആർക്കാണ് അതിൽ പ്രശ്നമുള്ളത്? ആരും ഇവിടെ വിമർശിക്കുന്നില്ല, ആർക്കും പ്രശ്നവുമില്ല. വത്തിക്കാനിൽ ഇവിടെ ക്രിസ്ത്യാനികൾ പോകുന്നില്ലേ? ആർക്കാണ് പ്രശ്നം? ആരാണ് വിമർശിക്കുന്നത്? ആർക്കും അവനവൻ്റെ മതത്തിൻ്റെ വിശ്വാസം, ഹിന്ദു മതമാകുമ്പോഴേ, ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്, നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ പിന്നെ എന്താ പറയുക, കോൺഗ്രസ് സർക്കാർ ഭരിച്ചാലും കുംഭമേളയെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഒരുപാട് പേരുടെ സംഗമമാണ് അത്. നമുക്ക് ഒരുപാട് വരുമാനം നമ്മുടെ ഖജനാവിലേക്കുണ്ട്. ഏകദേശം 7000 കോടി ചിലവാക്കുമ്പോൾ 2 ലക്ഷത്തിലധികം കോടിയാണ് നമ്മുടെ ഖജനാവിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ആ തരത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും. അല്ലാതെ ചുമ്മാ വിമർശനങ്ങൾ ഒരു സൈഡിൽ ഉയർത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ BJP സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ട് ഒന്നും നേടാനില്ല. ഈ 45 കോടി ജനങ്ങൾ വരുന്നവർക്ക് അറിയാമല്ലോ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ചാരക്കണ്ണുകളുള്ള മൊണാലിസ ബോൺസ്ലെ അവരിപ്പോൾ എവിടെയാണ് എന്നുള്ള ചർച്ചകൾ സജീവമായിട്ട് തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ഹർഷ. അതെ, ബ്യൂട്ടിഫുൾ ഹർഷ പാകിസ്ഥാൻ മൊണാലിസയ്ക്ക് ശേഷം പാകിസ്ഥാൻ അയച്ച അടുത്ത ചാരസുന്ദരി. അതാണ് മൊണാലിസ. മൊണാലിസ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എന്താണ് മൊണാലിസയുടെ ഉദ്ദേശം? വെറും മാല വിൽപ്പനക്കാരി മാത്രമാണോ മൊണാലിസ? ഇൻഡോറിൽ നിന്ന് വന്ന ഒരു നാടോടി പെൺകുട്ടി മാത്രമാണോ മൊണാലിസ? അല്ല, അവൾ ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ ഗൂഢലക്ഷ്യങ്ങളോടെ ഗൂഢാലോചന നടത്തി ഇന്ത്യയിലേക്ക് അയച്ച ഒരു ചാരത്തി. ഞാൻ പറഞ്ഞതല്ല, പല കമൻറ്റുകളും പറയുന്നതാ. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോഴേ ആ പെൺകുട്ടി അവളുടെ ജീവിക്കാൻ വേണ്ടി മാല വിൽപ്പന നടത്തി വന്ന ഒരു പെൺകുട്ടി, അതിനെ ഫേമസ് ആക്കിയവർ മടങ്ങി, പക്ഷെ അവളുടെ ജീവിതം വഴിമുട്ടി. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ബ്യൂട്ടിഫുൾ ഹർഷ. ഹർഷയ്ക്കും ആരാധകർ ഏറെ എന്നാണ് പറയുന്നത്. ആരെയും ആകർഷിക്കുന്ന കണ്ണുകൾ, ഇതാണ് ഹർഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കുംഭമേളയിൽ പരമ്പരാഗത
കാഷായ വേഷത്തിനൊപ്പം രുദ്രാക്ഷ ജപമാലയും തിലകവും ധരിച്ച് മേക്കപ്പും ലിപ്സ്റ്റിക്കും ഇട്ടെത്തിയ ഹർഷയുടെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിച്ചു. ബ്യൂട്ടിഫുൾ സ്വാതി, വൈറൽ സ്വാതി എന്നീ പേരുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ അവരെ തിരയുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. സൗന്ദര്യത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമാണ് ഹർഷയെന്ന് ആരാധകർ പോഴ്ത്തുന്നു. താൻ സന്യാസപാത തിരഞ്ഞെടുക്കുന്നുവെന്ന് ഹർഷ പ്രഖ്യാപിച്ചിട്ട് 2 വർഷമായി. തൻ്റെ ആത്മീയാത്രയിൽ മഹാകുംഭമേള വലിയൊരു ഏടാണെന്നാണ് ഹർഷ പറയുന്നത്. എന്നാൽ സന്യാസിമാരിൽ നിന്ന് ഒട്ടേറെ വിശ്വാസികളിൽ നിന്നും വലിയ വിമർശനമാണ് ഹർഷയ്ക്ക് നേരിടേണ്ടി വരുന്നത്. അതായത് മേക്കപ്പ് ഇട്ടെത്തിയ ഹർഷ ആണ് വിമർശിക്കുന്നത്. നിരഞ്ജനി അഖാഡയിലെ അംഗങ്ങൾ നടത്തിയ പ്രവേശന ഘോഷയാത്രയിൽ ഹർഷ രഥത്തിലിരുന്നത് വിവാദമായി. മോഡലുകൾ കുംഭമേള തങ്ങളുടെ പരസ്യ പരിപാടിക്കായി ഉപയോഗിക്കരുതെന്ന് കാളിസേന തലവന് മുന്നറിയിപ്പ് നൽകി. സന്യാസ ജീവിതത്തിലേക്കുള്ള ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സ്ത്രീ ഇത്തരം ചമയങ്ങൾ ധരിക്കുന്നതിനെതിരെയായിരുന്നു അവരുടെ വിമർശനം. പക്ഷേ താനൊരു സന്യാസിനിയല്ല എന്നും തന്നെ ആരും അങ്ങനെ വിളിക്കരുത് എന്നുമാണ് ഹർഷ പറയുന്നത്. സന്യാസിയാണെന്ന് ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല. മന്ത്രദീക്ഷ മാത്രമേ എടുത്തിട്ടുള്ളൂ. സന്യാസിയാവാൻ ഇനിയും സമയം വേണം. ഒരു ഇൻഫ്ലുവൻസറും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും ഒക്കെയാണ്. നടിയും മോഡനും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും ഒക്കെയാണ് ഈ ഹർഷ എന്ന് പറയുന്നത്. എന്തായാലും ഈ വൈറലാവാൻ വേണ്ടി പെൺകുട്ടികൾ എന്തും കാണിക്കാം എന്ന തരത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയല്ല ഹർഷ പറയുന്നത്. ഹർഷ മന്ത്രദീക്ഷ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ, ഞാൻ മറ്റൊന്നും സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല എന്നുള്ളത്. ഇപ്പോൾ സന്യാസിമാർക്ക് അവരുടേതായ ചിട്ടവട്ടങ്ങൾ ഉണ്ടാകും, ശരിയാണ്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഗൗതമിന് അറിയാമോ അതിനെക്കുറിച്ച് കൂടുതൽ? യഥാർത്ഥത്തിൽ ഇവിടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പല പല ആളുകളും. അതായത് ഇപ്പോൾ ഹർഷ വൈറലായി, മൊണാലിസ, ചായ് വാലെ ബാബ, റഷ്യയിൽ നിന്ന് എത്തിയിരിക്കുന്ന ഒരു മസിൽ ബാബ എന്ന് പറയുന്ന ഒരാൾ. അയാൾ എത്രയോ 30 വർഷങ്ങൾക്ക് മുമ്പേ സനാതനധർമ്മം സ്വീകരിച്ച് അതിൻ്റെ പ്രചാരകനായിട്ട് മാറുന്ന ഒരു റഷ്യക്കാരനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ IIT ബാബ. അപ്പോൾ അങ്ങനെ യുവാക്കൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള സ്വാധീനം, സ്ത്രീകളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഈ സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ കമല എന്ന പേര് സ്വീകരിച്ചു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സനാതനധർമ്മത്തിൻ്റെ ഒരു ശക്തി ലോകത്തിന് വിളിച്ചോതുന്നതാണ് യഥാർത്ഥത്തിൽ ഈ മഹാകുംഭമേള എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, അതിൻ്റെ ഒരു പവർ, അതിൻ്റെ ഒരു അടിവേര് എത്രമാത്രം ശക്തമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ഈ കുംഭമേള ലോകത്തിന് വിളിച്ചോതുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. എന്തായാലും നമുക്കൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. മൊണാലിസയും ഹർഷയും ഒന്നും പാക് ചാരസുന്ദരികളെ റഷ്യ അയച്ചതോ ഇറാൻ അയച്ചതോ ഇറാഖ് അയച്ചതോ അമേരിക്ക അയച്ചതോ ഒന്നുമല്ല. അവരൊക്കെ ഈ കുംഭമേളയുടെ ഭാഗമാകാൻ വന്നവരാണ്. ഹർഷ, മൊണാലിസ ജീവിക്കാനായി, പിന്നെ കുടുംബം പോറ്റാനായി കച്ചവടത്തിന് വന്നതാണ്. ഇവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കാതെ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ ഓടിച്ചു വിട്ട കുറേ ആളുകളുണ്ടല്ലോ, അവർക്ക് നല്ല നമസ്കാരം.